കേരളത്തെ മുഴുവൻ നടുക്കിയ പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ വിധി ഇന്ന്. ചെന്താമര എന്ന കൊടും കുറ്റവാളി നെന്മാറ പോത്തുണ്ടി സ്വദേശികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തി 1.5 വർഷമാകുമ്പോഴാണ് വിധി വരുന്നത്. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിക്കുന്നത്. വിവരങ്ങളുമായി ഹരീഷ് നാരായണൻ ചേരുന്നുണ്ട്. ഹരീഷ്, കേരളത്തെ നടുക്കിയ ഒരു കൊലപാതകം, അതിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി തന്നെ കണ്ടെത്തി. ഇന്നാണ് അതിൽ വിധി വരുന്നത്. തന്നെ തൂക്കിക്കൊന്നോളൂ എന്നാണ് ചെന്താമര പറയുന്നത്. അതേസമയം പ്രതിക്ക് കടുത്ത വധശിക്ഷ തന്നെ നൽകണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യമല്ലേ? ഗോപിക, തീർച്ചയായും അതുതന്നെയാണ് കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച, പാലക്കാടിനെയൊക്കെ ഞെട്ടിച്ച ഒരു ഇരട്ടക്കൊലപാതക കേസാണ് ഈ ഒരു ചെന്താമരയുടെ ആ കേസ് എന്നുള്ളത്. അതിൽ കടുത്ത ശിക്ഷ വേണമെന്ന് തന്നെയായിരുന്നു ഈ കുടുംബത്തിന്റെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും ഒക്കെ ആവശ്യം. കാരണം വളരെ ബുദ്ധിമുട്ടിക്കൊണ്ട് 2 ദിവസത്തിന് ശേഷമാണ് ഈ ഒരു കൃത്യനിർവഹണത്തിന് ശേഷം 2 ദിവസത്തിന് ശേഷമാണ് ചെന്താമരയെ പിടികൂടിയത്. അത് ഈ ഒരു പോത്തുണ്ടിയിലുള്ള വനമേഖലയിൽ നിന്നും ഒരു മലയിടുക്കിൽ നിന്നുമാണ് അദ്ദേഹത്തെ പിടികൂടിയത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ചർച്ചയായ ഒരു കേസ് കൂടിയാണ് ഈ ഒരു ചെന്താമരയുടെ ഒരു ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു കൊലക്കേസ് എന്നുള്ളതാണ്. 2 പേരെയാണ് ചെന്താമര ജനുവരി 27, 2025 കൊലപ്പെടുത്തിയത്. സുധാകരനും അമ്മ ലക്ഷ്മിയും, ഈ പോത്തുണ്ടി സ്വദേശി നെന്മാറ സ്വദേശികളായ 2 പേരെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 2019 ഈ സുധാകരന്റെ ഭാര്യ സജിതയെയും ഇത്തരത്തിൽ ഇയാൾ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഒരു കുടുംബ വൈരാഗ്യമാണ്, അല്ലെങ്കിൽ ഇയാളുടെ ഈ ഒരു കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണം ഈ സുധാകരനും കുടുംബവുമാണ് എന്നുള്ളൊരു ചിന്തയിലാണ് ഇത്തരത്തിലൊരു ക്രൂരമായ കൊലപാതകം നടത്തിയത്. ഈ കൊലപാതകത്തിന് ശേഷം അതിനുപയോഗിച്ച ആ കത്തിയൊക്കെ പോലീസ് കണ്ടെടുത്തിരുന്നു. വലിയ രീതിയിൽ 2 ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് ഈ ഒരു മലയിടുക്കിൽ നിന്നും അന്ന് ഈ ചെന്താമരയെ കണ്ടെത്തിയത് എന്നുള്ളതാണ്. ഇതിന്റെ ഈ കേസിന്റെ ഒരു നാൾവഴികൾ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 18 ഈ ഒരു പ്രതി ചെന്താമരയുടെ ആദ്യ കേസിലെ ജാമ്യം റദ്ദാക്കിയത്. അതായത് 2019 പോത്തുണ്ടി സ്വദേശി സജിതയെ കൊലപ്പെടുത്തിയ കേസിലാണ് റദ്ദാക്കിയത്. അതിനുശേഷം 2022 ജാമ്യത്തിലിറങ്ങിയ ഇയാൾ ഈ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് പോത്തുണ്ടിയിൽ തന്നെ തുടരുകയായിരുന്നു. അപ്പോഴും ഇവരെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഇയാൾ പോത്തുണ്ടിയിൽ തുടർന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാർച്ച് 3 ഈ ഒരു കേസിൽ സാക്ഷികളുടെ രഹസ്യമൊഴി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ചിറ്റൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ ഒരു ഇത്തരത്തിലുള്ള കേസ് അന്ന് നിലനിന്നിരുന്നത്. അതിനുശേഷം മാർച്ച് 25 കുറ്റപത്രം സമർപ്പിക്കുന്നത്. അത് വിപുലമായ 480 പേജുള്ള ഒരു കുറ്റപത്രമാണ് അന്ന് സമർപ്പിച്ചത്. അതിൽ ഏകദേശം 132 സാക്ഷികളെയാണ് അന്ന് ഉണ്ടായിരുന്നത്. ഇതിൽ 4 സാക്ഷികൾ കൂറുമാറുന്ന ഒരു സാഹചര്യത്തിലേക്കും പോയിട്ടുണ്ട്. ഫെബ്രുവരി 23 മുതൽ മെയ് 6 വരെ ഈ ഒരു വിചാരണ നീണ്ടുനിന്നു. 132 സാക്ഷികളിൽ 4 പേർ കൂറുമാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. ഇതാണ് ഈ ഒരു കേസിന്റെ നാൾവഴി പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഇന്നത്തെ ഒരു വിധി ഏറ്റവും നിർണായകമാണ്. കാരണം ഇത് കേരളത്തെ മൊത്തം നടുക്കിയ, പാലക്കാടിനെയൊക്കെ വലിയ രീതിയിൽ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു. അതായത് 2 പേരുടെയും അതിനിഷ്ഠൂരമായ ദാരുണമായ ഈ ഒരു കൊലപാതകം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ ഇയാൾക്ക് വാങ്ങിച്ചു നൽകണമെന്നുള്ളത് കുടുംബത്തിന്റെ കൂടി ആവശ്യമാണ്. ഒപ്പം നാട്ടുകാരും അത്തരത്തിൽ തന്നെയാണ്. ഇതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തൂക്കിക്കൊന്നുള്ളൂ എന്നുള്ള ചില കമന്റുകളൊക്കെ. ഹരീഷ്, നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ വിധി ഇന്നാണ്. ചെന്താമരയ്ക്ക് എന്ത് ശിക്ഷയാണ് കോടതി നൽകുക എന്ന് ഇന്നറിയാം. ഹരീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.